അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് അടുക്കള പരിപാടി തുടങ്ങാം. ഞാനിത് ഈ പാലിന് പാത്രമൊക്കെ കൊണ്ടുവച്ചു. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു ചെറിയ കൃഷിത്തോട്ടത്തിൽ ഒരു 4-5 പയർ നിന്ന് കേട്ടോ. ഒരു 6 പയറുണ്ടായിരുന്നു. ആളിനെയും കൂടി പറിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത്. അടുക്കളയിൽ ചെന്നിട്ട് മരിച്ചിനി അരിഞ്ഞ് അടുപ്പിൽ വെച്ചു. അതിൻ്റെ കൂടെ ഒരു 3 മുട്ടയും കൂടെ ഇട്ടു. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഇതേ മീൻ കറി വെച്ചു. മരിച്ചിനി വെച്ച് കഴിഞ്ഞു. പിന്നെ എന്താ, അടുത്ത് നാളത്തേക്ക് മീൻകാരൻ വന്നു മീൻ വാങ്ങുകയാണ്. ഇന്ന് വാങ്ങിച്ചത് കുഞ്ഞമ്മത്തിയും കണ്ണൻകുഴികളെയാണ്. കുഞ്ഞമ്മത്തി കുറേ തന്നു കേട്ടോ, 50 രൂപയ്ക്ക് കുറേ മത്തിയുണ്ട്. ഒരു 10-50 മത്തിയോളം ഉണ്ട് അയൽവാരിയിട്ട് തന്നത്. അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങണതാണ്. പിന്നെ എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം ഗുഡ് മോർണിംഗ് പറയാനുള്ള സമയമില്ലായിരുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? എല്ലാവരും സുഖമായിരിക്കണം വിശ്വസിക്കണു. അങ്ങനെ ഇതേ മീനൊക്കെ വാങ്ങി വന്നു. ഇതാ കണ്ടല്ലോ, നല്ല പച്ച മത്തി കേട്ടോ, നല്ല പിടയ്ക്കണ മീനാണ്. നല്ല പച്ച മത്തിയും പിന്നെ 4 വള്ളിക്കോഴികളെ കണ്ണൻകുഴികളെ വാങ്ങിച്ചു. അങ്ങനെ കണ്ണൻകുഴികളെയും കൂടെ വാങ്ങിച്ചു. നമ്മൾ ഇനി 2 ദിവസത്തേക്ക് മീൻ വാങ്ങൂല, 2 ദിവസത്തേക്ക് മീനെ. പിന്നെ ഇതാ മരിച്ചിനെയൊക്കെ അരിഞ്ഞ് കുറച്ച് വേസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് വാരി പറക്കി വയ്ക്കാം. അരി ഏകദേശം വേവാറായിട്ടുണ്ട്. പിന്നെ അതിനെയൊക്കെ ഒന്ന് വാരി പറക്കി നമുക്ക് അവിടെയൊക്കെ ഒന്ന് തുടച്ച് പറക്കിയൊക്കെ ഇടാം. അങ്ങനെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് പാചകവും പാചകക്കറികളൊന്നും കാണിക്കാനില്ല. സാധാരണ ഇന്നത്തെയും പോലെ തന്നെ ഞാൻ പയറിനെ കൊണ്ടുവന്ന് മെഴുക്ക് പുരട്ടുണ്ടാക്കി. അത് ഞാൻ വീഡിയോ എടുത്ത് വിട്ടുപോയി, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇങ്ങനെ പയർ മെഴുക്ക് പുരട്ടും അച്ചാറ് കറിയൊക്കെ ഉണ്ടാക്കി. മോര് കറിയാണ് കാച്ചിയത്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്തു എന്നുള്ളത് മാത്രം. ഞങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അങ്ങനെ ഇതേ രാവിലത്തെ അടുക്കള പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഷീറ്റ് മുകളിൽ ഉണക്കായിടണം. അതിലേക്ക് വേണ്ടി ഇതേ ഷീറ്റിനെയൊക്കെ പറക്കി മുകളിലോട്ട് കൊണ്ടുപോയി അതിനെയൊക്കെ കൊണ്ട് വിരിച്ചതിന് ശേഷം മുറ്റം ഒരു പരുവമായി കിടപ്പുണ്ട്. എല്ലാ ദിവസവും തൂക്കും. എന്നാൽ അവിടെ നിറച്ച് ചരുവുകളാണ്. പല ഐറ്റം ചരുവുകളുണ്ട്. അപ്പം ഈ ചവറുകളൊക്കെ വാരി തൂത്ത് പറക്കി തീയിടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചവറുകളെല്ലാം കൂടി വാരി തൂത്ത് പറക്കി വാരിക്കൊണ്ടിട്ട് തീയിടുന്നത്. അങ്ങനെ ഒരു സൈഡ് തൂത്തിട്ട് വന്നിട്ടാണ് ഞാൻ ഇപ്പുറ സൈഡ് തൂക്കുന്നത്. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീട്ടുവിശേഷം. നിങ്ങളെല്ലാവരും കാണുക. പിന്നെ നമുക്ക് നല്ലൊരു എക്സസൈസും കൂടിയാണ്. ചെറിയ തുറപ്പയൊക്കെ ഉണ്ട്, എനിക്കിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ തുറപ്പായിട്ട് തന്നെ തൂക്കണം. ഇതിപ്പോൾ നമ്മളെ വീട്ടിലിരുന്ന കാലത്ത് ഇതൊക്കെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് എനിക്ക് ഇതിലോടൊന്നും ഒരു മടികേടുമില്ല. ഇങ്ങനെ നമ്മളെ മുറ്റം ഇങ്ങനെ തൂത്തിടുമ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ്. കുറച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആളുകളെല്ലാം തൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും. എന്നാലും കുറച്ച് സമയം നമുക്കിങ്ങനെ കണ്ടു നിൽക്കാനൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഇതാ രാവിലത്തെ മുറ്റോടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് മരം വെട്ടിയില്ല. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം മരം വെട്ടുകാരനെ വെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് മരം വെട്ടിയില്ല. പിന്നെ എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.